നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കേരള ജ്യോതിഷത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ദശാകാല ഫലങ്ങളെക്കുറിച്ചാണ്. ദൈവജ്ഞൻ്റെ അടുത്ത് ജാതകം നോക്കുവാനായി പോകുന്ന വ്യക്തികളുടെ പ്രധാന ചോദ്യം തങ്ങൾക്കിപ്പോൾ നല്ല സമയമാണോ അതോ ദോഷ സമയമാണോ എന്നതായിരിക്കും. ദൈവജ്ഞനാകട്ടെ ഇതിന് ഉത്തരം കൊടുക്കുന്നത് ഇവരുടെ ജാതകപ്രകാരമുള്ള ദശാകാലങ്ങളെയും മറ്റും പരിഗണിച്ചായിരിക്കും. ഇവിടെ ദശാകാലങ്ങൾ എന്ന് എടുത്തു പറഞ്ഞതിൻ്റെ കാരണം അതിന് അത്രത്തോളം പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഒരു വ്യക്തിക്ക് അയാളുടെ ജാതകത്തിൽ ഗ്രഹസ്ഥിതിവശാൽ തൻ്റെ പല സുഖാനുഭവങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായിരിക്കുന്ന അവസ്ഥ വരാം. ഈ അനുഭവങ്ങൾക്ക് അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം തന്നെ ജാതകന് നൽകുന്നത് നവഗ്രഹങ്ങളാണ്. ഗ്രഹങ്ങൾ ഇപ്രകാരം നൽകുന്ന നല്ല ഫലം അല്ലെങ്കിൽ ദോഷഫലം എപ്പോഴാണ് അനുഭവത്തിൽ വരിക എന്നുള്ളതായിരിക്കുന്ന ചോദ്യം വരുന്നിടത്താണ് ദശാകാലം ചിന്തിക്കുന്നതിൻ്റെ പ്രസക്തിയുള്ളത്. ഉദാഹരണത്തിന് ഒരുവൻ്റെ ജാതകത്തിൽ ശുക്രൻ ബലവാനാണ്. ആ ശുക്രൻ്റെ ഗുണഫലങ്ങൾ എപ്പോഴാണ് തനിക്ക് അനുഭവമാവുക എന്ന് ചോദിച്ചാൽ ശുക്രൻ്റെ ദശാപഹാര കാലങ്ങളിൽ എന്നാണ് മറുപടി. അപ്രകാരം തന്നെ ശനി നൽകുന്ന ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിരിക്കുന്ന സമയമാണ് ശനിദശാകാലം കൂടി എന്ന് മനസ്സിലാക്കണം. ഇപ്രകാരം നവഗ്രഹങ്ങളും മനുഷ്യജീവിതത്തിൽ അവരവരുടെ ഗുണദോഷ ഫലങ്ങളെ പതിപ്പിക്കുന്ന സമയത്തെയാണ് നമ്മൾ ദശാകാലം എന്ന് പറയുന്നത്. ദശ എന്ന പദത്തിന് കാലം, സമയം തുടങ്ങിയ അർത്ഥങ്ങളാണ് ജ്യോതിഷത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അനവധി ദശകളെക്കുറിച്ച് ജ്യോതിഷത്തിൽ പരാമർശമുണ്ട്. കാലചക്രദശ, യോഗിനി ദശ, നൈസർഗിക ദശ, അഷ്ടോത്തരി ദശ, നാരായണ ദശ, മണ്ഡൂക ദശ തുടങ്ങിയ അനേകം. ഇതിലിപ്പോൾ ഈ കാലഘട്ടത്തിൽ ജ്യോതിഷികൾ പ്രധാനമായും ചിന്തിച്ചു വരുന്നത് വിംശോത്തരി ദശയാണ്. കലിയുഗത്തിന് ഏറ്റവും അനുയോജ്യമായത് എന്ന് പരാശര മുനി പറഞ്ഞ ദശയായതുകൊണ്ട് തന്നെ ഈ വിംശോത്തരി ദശയെ പരാശര ദശ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈ ദശാകാലത്തെ അടിസ്ഥാനമാക്കിയാണ് ജ്യോതിഷ പണ്ഡിതന്മാർ ഫലപ്രവചനം നടത്തുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ദശാകാലമാകും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയുവാൻ വേണ്ടിയും അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കുവാനും അതുവഴി ജീവിതത്തെ വേണ്ട വിധത്തിൽ ബാലൻസ് ചെയ്ത് നിർത്തി ജീവിത വിജയം സാധ്യമാകുവാനും സഹായിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇതിനായി വരും വാരങ്ങൾ, അതായത് ഇതിനടുത്ത വീഡിയോകൾ നിർബന്ധമായും കാണുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.